അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മലായി ടിക്കയാണ്. ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. $400 ബോൺലെസ് ചിക്കൻ സ്ക്വയർ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ബട്ടർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, മല്ലിയിലയും 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് അരച്ച് പേസ്റ്റാക്കിയത്, 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഗരം മസാല പൗഡർ, ഉപ്പ്, തൈര് 4 ടേബിൾ സ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്. ഇതൊരു 400 ഗ്രാം ചിക്കൻ പീസാണ് ഉള്ളത്. ഇനി ഇതിൽ 4 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കുക. തൈരിൽ വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിപ്പോയാൽ ടിക്ക ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ളമുള്ള തൈരാണെങ്കിൽ ഒരു തുണിയിൽ കെട്ടി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ആഡ് ചെയ്യുക. 4 ടേബിൾ സ്പൂൺ തിക്ക് ഫ്രഷ് ക്രീം, മല്ലിയിലയും പച്ചമുളകും കൂടി അരച്ചത് 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിൽ ഓയിലും കോൺഫ്ലവറും ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനിത് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഞാനിവിടെ ബാംബൂവിൻ്റെ വുഡൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ ചിക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ കുത്തി വെക്കുക. ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ. കയ്യിലൊക്കെ കുത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റിക്കിൽ 5 പീസാണ് കുത്തിവെക്കാൻ പറ്റിയത്. നന്നായിട്ട് ഇതിലൊക്കെ ഒന്ന് മുക്കിയിട്ട് പ്ലേറ്റിൽ വെക്കാം.
ഇതുപോലെ എല്ലാം ചെയ്ത് എടുക്കുക. ഇപ്പോൾ ഞാനൊരു 3 സ്റ്റിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ലൈൻ ആയിട്ടുള്ള പാൻ തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാരണ ഫ്രൈങ് പാനിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് ഗ്രിൽ പാനാണ്. ഇതിവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് യൂസ് ചെയ്തത്. ഇനി പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ പാനിൻ്റെ എല്ലാ സൈഡിലും ആയതിനു ശേഷം ചിക്കൻ സ്റ്റിക്ക് ഇതുപോലെ ഓരോരോ സ്റ്റിക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലായി പോയാൽ ചിക്കനിൻ്റെ അകത്തുനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വിചാരിച്ച പോലെ എടുക്കാൻ പറ്റില്ല. ചിക്കൻ്റെ എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഓരോ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് മൂടി ഒന്ന് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മൂടി വെക്കുക. അങ്ങനെ എല്ലാ സൈഡും ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ, നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ എല്ലാ സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ എടുത്ത് കത്തിച്ച് ഇതുപോലത്തെ ഒരു ചെറിയ കോപ്പയിൽ ഇട്ടിട്ട് മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെക്കുക. നല്ലൊരു സ്മോക്കിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മലായി ടിക്ക വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഫ്രൈ ചെയ്യാൻ പാടില്ല ചിക്കൻ. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. എന്നാൽ എല്ലാ സൈഡും ഫ്രൈ ആവുകയും വേണം. സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കഴിക്കാൻ ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.